ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. പാലും തേനും ഒഴുകും വാഗ്ദത്ത കാനാൻ നാടേ, മാലിന്യമില്ല നല്ല ഭാഗ്യനാടേ, നല്ല ഭാഗ്യനാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മാലിന്യമില്ലാത്തവ പാപശാപങ്ങളില്ല, ചേലേഴും ഭക്തരിൻ വിശുദ്ധ നാടേ. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലത്ത് ദേവാലയത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് ഹൃദയം വേദനിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ദേവാലയം ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നെന്ന് പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആലയം എന്താണ്? ആലയത്തിൽ അവിടെ നടന്ന അന്നത്തെ കാലത്ത് ആലയത്തിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കർത്താവിന് സങ്കടവും പ്രയാസവും ഭാരവുമാണ്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ദേവാലയം അതിപരിശുദ്ധമാണ്. അത് അന്നത്തെ കാലത്ത് ജനങ്ങൾ ചിന്തിക്കുന്നത് ദേവാലയത്തിൽ വന്നിട്ട് വേണം പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ. അപ്പം ദൈവത്തോട് അടുക്കാനുള്ള ഒരു മുഖാന്തരമാണ് ദേവാലയം. അത് പരിശുദ്ധമായിരിക്കണം. ദേവാലയത്തെക്കുറിച്ചുള്ള പ്രമാണങ്ങളെല്ലാം അതിൻ്റെ അതിർത്തിക്കകമൊക്കെയും വിശുദ്ധമായിരിക്കണം. ദേവാലയത്തിലേക്ക് ആരെങ്കിലും ചെല്ലണമെങ്കിൽ അവന് യാഗം അർപ്പിക്കണം. അതിന് വലിയ അർത്ഥമുണ്ട്. അതായത് അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് വേണം അവൻ ദേവാലയത്തിലേക്ക് ചെല്ലാൻ. ദൈവം അവനെ അംഗീകരിക്കണമെങ്കിൽ, അവൻ്റെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരണമെങ്കിൽ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തണം. ഇത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ് പ്രിയപ്പെട്ടവർ. ഇന്നും നമ്മൾ അനേകരെ പാപത്തിന് പരിഹാരം വരുത്തുന്ന കാര്യമൊന്നും ചിന്തിക്കുന്നില്ല. എൻ്റെ ഹൃദയത്തെ പാപമുണ്ടോ? അത് ഈർഷ്യയായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, മുഷിച്ചിലായിക്കോട്ടെ, അസൂയ ആയിക്കോട്ടെ, വാശിയായിക്കോട്ടെ, വൈരാഗ്യമായിക്കോട്ടെ, പണത്തിൻ്റെ ആയിക്കോട്ടെ, ഭാരങ്ങളായിക്കോട്ടെ, ആകുലങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എല്ലാം പിശാചിൻ്റെ സന്തതികളാണ് ഈ പാപങ്ങൾ.
എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ വചനം കേട്ടിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഗൗരവം കൊടുക്കാത്ത എന്താണ്? നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കേണ്ട ഈ മൺകൂടാരം അതിങ്ങനെ അശുദ്ധമായിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ചിന്താഗതിയും ഇല്ലേ? നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലേ? നിങ്ങളെ നോക്കി ദൈവം ദുഃഖിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തയാകുന്നില്ല? മനോഹരമായ ദേവാലയം, ശലോമോൻ പണിത ദേവാലയം, സുന്ദരമായ ദേവാലയം, വർഷങ്ങൾ കൊണ്ട് പണിത ദേവാലയം. അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും നമ്മുടെ വിഷയമല്ല. ആ ദേവാലയത്തെ കർത്താവായ യേശുക്രിസ്തു എന്ന് കാണുമ്പോൾ എന്താണ് സ്ഥിതി? എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, പിതാവിൻ്റെ ആലയം. അങ്ങനെയാണ് വിളിക്കപ്പെടേണ്ടത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പോഴത് കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു. വാണിഭശാല, ഇന്ന് കച്ചവടം നടക്കുന്ന സ്ഥലം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സങ്കടവും എരിവും വന്നു. എന്താണ് യേശു കണ്ടത്? യാഗമർപ്പിക്കാൻ കാളകൾ, ആട്, പ്രാവ്, പണം കൈകാര്യം ചെയ്യുന്ന കച്ചവടക്കാരെ, ഇതെല്ലാം യാഗമർപ്പിക്കാൻ ആവശ്യമാണെങ്കിലും അത് ദേവാലയത്തിൻ്റെ പുറത്തേ പാടുള്ളൂ, അകത്ത് പാടില്ല. യാഗമർപ്പിക്കണം, ദൈവം പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം പറയണം, യാഗമർപ്പിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ്റെ ആത്മാവ് പിതാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട് ആ ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ അവൻ്റെ പാപത്തിന് പരിഹാരം വരുത്തണം. എങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തുന്നത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പോൾ പാപം ചെയ്യുന്ന ദേഹിക്ക് അതിന് പരിഹാരം വരുത്താൻ പറ്റില്ല. അവൻ മരണത്തിൽ കിടക്കുകയാണ്, ദൈവമായിട്ട് ബന്ധമില്ലാതിരിക്കുകയാണ്. അവൻ പാപിയാണ്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് നിൽക്കുന്നതാണ്. അവന് പരിഹാരം വരുത്താൻ പറ്റില്ല. പിന്നെയോ പാപം ചെയ്യാത്ത ഒരാൾ പാപം ചെയ്തവൻ്റെ പാപം ഏറ്റെടുക്കണം. അന്നത്തെ കാലത്ത് മൃഗബലി കൊടുത്തതിന് പിന്നിലുള്ള കാര്യം അതാണ്. പാപം ചെയ്യാത്ത മൃഗത്തിൻ്റെ മേൽ പാപം ചെയ്ത വ്യക്തി ആ പാപം ആ മൃഗത്തിൻ്റെ മേൽ വെച്ചിട്ട് ആ മൃഗത്തിന് പാപത്തിൻ്റെ ശമ്പളമായ മരണം കൊടുക്കുന്നു. അതിൻ്റെ നിഷ്കളങ്കമായ രക്തം യാഗമെടുത്ത് തളിക്കുന്നു. ഇതാണ് അന്നത്തെ മൃഗബലി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ യാഗത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാലം. ഇന്ന് നമുക്ക് ജീവനുള്ള ക്രിസ്തുവിൻ്റെ യാഗമുണ്ട്, ഒരിക്കലായി നിർവഹിച്ച യാഗം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൃഗമൊന്നുമല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ താഴോട്ട് ഇറങ്ങി വന്നു എൻ്റെ പാപം ചുമക്കാൻ. ഞാൻ വേറെ ആരുടെയും കാര്യം ചിന്തിക്കുന്നില്ല. എൻ്റെ പാപം ചുമക്കാൻ, അത്ര ഭയാനകമായിരുന്ന എൻ്റെ യൗവനകാലത്തെ പാപങ്ങളെല്ലാം ചുമക്കാൻ അവൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കിന്നും അറിയാൻ പാടില്ല. എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള 4 പേരെക്കാൾ അധികം എനിക്കെന്താണ് വ്യത്യാസം? എൻ്റെ പരിസരത്തുള്ളവരെക്കാൾ എനിക്കെന്താണ് വ്യത്യാസം? ഞാൻ കൂടെ പഠിച്ചപ്പോഴുള്ള എൻ്റെ കൂട്ടുകാരെക്കാൾ വ്യത്യാസമായിട്ട് എനിക്കെന്താണുള്ളത്? ഞാൻ ഒന്നും കാണുന്നില്ല. എല്ലാ മനുഷ്യരെ പോലെ ഒരു പാപത്തിൽ പിറന്നൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ എനിക്ക് രക്ഷകനെ കണ്ടെത്താനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. രക്ഷകൻ, എന്നെ സ്നേഹിക്കുന്ന ഒരു രക്ഷകൻ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. അതാണ് എൻ്റെ പ്രാഗൽഭ്യം. പ്രിയപ്പെട്ടവരെ, അവിടെ അന്നത്തെ കാലത്ത് യാഗമർപ്പിക്കാൻ ഈ മൃഗങ്ങൾ, കാളകളും ആട്ടിൻകുട്ടികളും പ്രാക്കളും ഒക്കെ ആവശ്യമാണെങ്കിലും അത് ദേവാലയത്തിന് പുറത്താണ് നടക്കേണ്ടത്, ദേവാലയത്തിനകത്ത് പാടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത്, ദേവാലയത്തിൻ്റെ അകത്ത് കാള, ആട്, പ്രാവ്, പൊന്മാണിക്കപ്പക്കാരുടെ കൗണ്ടറുകൾ, കച്ചവടം നടക്കുന്നു. അതിനകത്ത് കച്ചവടം നടക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഏറ്റവും പരിശുദ്ധമായ ദേവാലയം അശുദ്ധ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആർക്കൊരു ചിന്താകുഴപ്പമില്ല. ഈ മതതീഷ്ണതയുള്ള പണ്ഡിതന്മാർക്കോ ന്യായാധിപന്മാർക്കോ നീതിമാന്മാർക്കോ സാധുക്യർക്കോ പുരോഹിതന്മാർക്കോ ലേബർക്കോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. സാധാ ജനത്തിനും പ്രശ്നമില്ല. അന്നത്തെ കാലത്ത് യേശുവിന് പറ്റിയ സങ്കടം എന്ന് പറഞ്ഞത്, ആർക്കും ഇതിനെക്കുറിച്ച് തീഷ്ണതയില്ല. കാളുകളും മൃഗങ്ങളും എല്ലാം ദേവാലയത്തിൽ വന്നാൽ അത് അശുദ്ധമാവില്ലേ? ഇനി അത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? കച്ചവടങ്ങൾ, ലേലം വിളികൾ, പ്രാക്കളുടെ ബഹളം, കാളുകളുടെ മുക്ര, ആടുകളുടെ കരച്ചിൽ ദേവാലയത്തിലേ. ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെയൊക്കെ ഹൃദയം എങ്ങനെയല്ലേ? ഇപ്പം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഇവിടെ എല്ലാം എന്തെല്ലാം നടക്കണേ? എല്ലാം വേണ്ടതിനും ഇവിടെ നടക്കുന്നുണ്ട്. പ്രവൃത്തിയിലും ചിന്തകളുണ്ട്, വികാരത്തിലുണ്ട്, ആഗ്രഹത്തിലുണ്ട്, നോട്ടത്തിലുണ്ട്, സംസാരത്തിലുണ്ട്, പ്രകൃതത്തിലുണ്ട്. ഇല്ലേ? എല്ലാം വേണ്ടതിന് അവിടെ ഇല്ലേ?
പിശാച് കയറി നിരങ്ങുന്ന സ്ഥലമായി നമ്മുടെ ഹൃദയം മാറിയിട്ടില്ലേ? ആർക്കൊരു വിഷയമില്ലേ? നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കണം പ്രിയപ്പെട്ടവർ, ഇത് എത്ര കാലം ഇങ്ങനെ പോകും? എത്ര കാലം പോകാൻ ദൈവം ഇങ്ങനെ സമ്മതിക്കും? ഒരു ചെറിയ കാലമല്ലേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. ഈ ചെറിയ കാലം എന്ന് തീരും നമുക്കാർക്കും അറിയാൻ പാടില്ല. നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ? വചനമില്ലേ? ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നില്ലേ, എൻ്റെ ആലയം ഇതാ വാണിഭശാല ആക്കിയിരിക്കുന്നത് എന്തെന്ന് ചോദിക്കുന്നത് അവർക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? ഇന്ന് അനേകർ തെറ്റ് ചെയ്യുന്ന അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അവർക്കറിയാം. പക്ഷെ തെറ്റിലൊരു സുഖം, കണ്ണുകൊണ്ടൊരു സുഖം, സംസാരത്തിലൊരു സുഖം, സ്വപ്നത്തിലൊരു സുഖം, അസൂയയിലൊരു സുഖം, മറ്റുള്ളവൻ്റെ നാശത്തിലൊരു സുഖം ഇല്ലേ? എന്നാലോചിച്ച് നോക്കിക്കേ. ഏത് പാപത്തിന് പിന്നിലും ഒരു സുഖമുണ്ട് പ്രിയപ്പെട്ടവരെ. കോപം ഇല്ലേ? ഒരു സുഖം. വേറെ അടിച്ചമർത്താനുള്ളൊരു സുഖം. പിശാചിന്റെ വലിയ കെണിയാണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുതാപവും പാപക്ഷമയും ഇതാ നടക്കേണ്ട സ്ഥലത്ത് അവിടെ എന്താ കാണിക്കേണ്ടത്? വാണിഭം നടക്കുന്നു, കച്ചവടം നടക്കുന്നു. ഞാൻ ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയല്ലോ എന്ന് ഓർത്ത് പാപക്ഷമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട സ്ഥലത്ത് കച്ചവടക്കാരുടെ ബഹളം. നല്ല നോക്കി. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങൾ കഴിഞ്ഞ് ദൈവത്തോട് നിരപ്രാപിക്കേണ്ട സ്ഥലത്ത് മൃഗങ്ങളുടെ ശബ്ദം. ഏകാഗ്രയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് ലോകമനുഷ്യരുടെ ബഹളം. ദൈവത്തിന് സ്തോത്രം. നിറഞ്ഞ സാന്നിധ്യം ലഭിക്കേണ്ട സ്ഥലത്ത് പിശാചും ലോകവും കയറി നിരങ്ങുന്നു. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയല്ലേ പ്രിയരെ? അസമാധാനമില്ലേ? ആശങ്കകളില്ലേ? ഭാരങ്ങളില്ലേ? ഓ, എന്തോരോ ആൾക്കാരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളെ ചൊല്ലി വലയുന്നു. എന്താ പ്രശ്നം എന്നറിയാമോ? ആശിച്ച് മക്കളെ ദൂരസ്ഥലത്തേക്ക് വിട്ടു പഠിക്കാൻ പ്രതീക്ഷയോടാണ് വിട്ടത്. വലിയ സമ്പത്തൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവിടെ ചെന്ന് ഒരാൾ മാറി ദൈവത്തെ ദുഃഖിപ്പിച്ച് സാത്താൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്ത് തകർന്നു കിടക്കുന്ന അവസ്ഥ അനേകരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഈ കഴിഞ്ഞ ആഴ്ച തന്നെ 4-5 പേര് എന്നെ വിളിച്ചു. എനിക്കെന്ത് പറയാൻ പറ്റും? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ലോകത്തിന് അബ്രഹാമിൻ്റെ കൂടെ നിൽക്കാറ്. ചുരുങ്ങിയ സാഹചര്യം, ചുരുങ്ങിയ നിലയിൽ അബ്രഹാമിൻ്റെ കൂടെ നിന്ന് അബ്രഹാമിൻ്റെ ദൈവത്തെ പിടിക്കാൻ പാടില്ലായിരുന്നോ? എന്തിനാ അവൻ സോദോമിലേക്ക് പോയത്? സോദോമിലേക്ക് പോയിട്ട് വന്ന പ്രശ്നത്തിന് ആര് പരിഹാരം തരും? സോദോമിൽ നിന്ന് മടങ്ങി വന്നിട്ട് അവന് ഗതി പിടിച്ചോ? അവൻ്റെ മക്കൾ അവനെ നശിപ്പിച്ചില്ലേ? എല്ലാം നേടാൻ വേണ്ടി പോയി വെറും കൈയോടെ മടങ്ങി വന്നു, അതും അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ. എന്നിട്ടോ ഞാൻ ആ കാര്യങ്ങളൊന്നും കൂടുതൽ സംസാരിക്കണില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ കാളകളുടെ മുക്കറായുണ്ടോ? ഇവിടെ പ്രാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം ഉണ്ടാക്കുന്ന കോലാഹലമുണ്ടോ? അതിൻ്റെ കാഷ്ടങ്ങളെല്ലാം നിൻ്റെ ഹൃദയത്തിൽ കയറിക്കുന്ന വിലസുന്നുണ്ടോ? എന്നാലോചിച്ച് നോക്കി. എൻ്റെ ദൈവത്തിൽ നിന്ന് മൃഗങ്ങളുടെ ഓലിയിടലും ശബ്ദങ്ങൾ അതിനകത്തുണ്ടോ? എല്ലാം പാപത്തിൻ്റെ വിത്തുകളാണ് അതിനകത്ത് നടക്കുന്ന മുഴുവനും. കാര്യം ദേവാലയമാണ് അല്ലേ? മനോഹരമായ ദേവാലയം, ശലോമോൻ പണിത ദേവാലയം. പക്ഷെ ഇന്ന് നടക്കുന്നത് ഇത്രയും വേണ്ടാതീനങ്ങൾ അവിടെ നടക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, യേശു സങ്കടപ്പെട്ടു. യേശു ചാട്ടവാറ ഉണ്ടാക്കിയെടുത്തിട്ട് മൃഗങ്ങളെല്ലാം ആട്ടി ഓടിച്ചു, പ്രാക്കളെല്ലാം പറപ്പിച്ചു വിട്ടു, നാണിപീഠങ്ങളെല്ലാം മറച്ചു വിട്ടു. ഒരു മനുഷ്യനും ഒന്നും പറഞ്ഞില്ല. ഇന്ന് അനേകർ പേടിക്കുന്ന കാര്യം എൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ മാറുമെന്നാണ് ചോദിക്കുന്നത്. ഉടയൻ വന്നാൽ ആർക്കും അവിടെ തടയാൻ പറ്റില്ല. ഞാൻ പഠിച്ചൊരു കാര്യമാണ്, അനേക ബന്ധനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ അത് പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഉടമസ്ഥനോട് ഞാൻ ആവശ്യപ്പെട്ടു. അവൻ കടന്നു വന്നപ്പോൾ എവിടെ പോയെന്നറിയാൻ പാടില്ല. ബന്ധനങ്ങളെല്ലാം മൂടോടെ പറഞ്ഞുപോയി. സദ്വർത്തമാനം ഞാൻ നിങ്ങളവിടെ അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇത് ദൈവത്തിൻ്റെ ആലയമാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഇത് ശുദ്ധീകരിക്കാൻ ഒരുവനെ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇത് ദൈവത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്താൽ, ഈ ആയുസ് അവന് കൊടുത്താൽ ഉടമസ്ഥൻ ഇറങ്ങി വരും. അവൻ്റെ കരവല്ലേ എന്നെ മെനഞ്ഞത്? അവന് ഉത്തരവാദിത്വമില്ലേ? എറുസലേം ദേവാലയം ശുദ്ധീകരിച്ചതുപോലെ ആ ദൈവത്തിന് കഴിവില്ലേ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരാൻ? പക്ഷെ ഞാൻ കൺസെൻറ്റ് കൊടുക്കണം, ഞാൻ അനുവാദം കൊടുക്കണം, ഞാൻ അവനെ വിളിച്ചപേക്ഷിക്കണം, എൻ്റെ കുറവെന്താണെന്ന് പറയണം, ഞാൻ എവിടെയാണ് വീണിരിക്കുന്നത് പറയണം, ഞാൻ എന്തിലാണ് ഇടം കൊടുത്തിരിക്കുന്നത് പറയണം,
നാളുകളായി എന്നെ തീരും വെള്ളത്തിലിട്ട് നശിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം, അവനോട് പറയണം. തീർച്ചയായിട്ടും അവൻ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിനുണ്ടായിരുന്ന കാഴ്ചപ്പാടായിരുന്നില്ല അന്നത്തെ ജനത്തിന്. ജനം ചിന്തിച്ചു, ദൈവത്തിന് സ്തോത്രം, യാഗം അർപ്പിക്കാൻ മൃഗങ്ങൾ വേണ്ടേ? അത് ഏറ്റവും അടുത്ത് തന്നെ കിട്ടുന്നത് നല്ലതല്ലേ? ന്യായങ്ങൾ പറയുക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മൃഗങ്ങളുടെ സ്ഥാനം എന്താണെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. ആ മൃഗങ്ങൾ നിന്റെ ഹൃദയത്തിലേക്ക് കയറാൻ പാടില്ല. മൃഗീയ വാസനകളൊന്നും നിന്റെ ഹൃദയത്തിൽ വരാൻ പാടില്ല. യാഗം അർപ്പിക്കാൻ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആലയത്തിനകത്തേക്ക് കയറാൻ പാടില്ല. മത്തായി സുവിശേഷം 24-15 വാക്യത്തുണ്ട്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ മ്ലേച്ഛത ആലയത്തിൽ വരാൻ പാടില്ല. എൻ്റെ ഹൃദയത്തിൽ അസൂയ പാടില്ല, വാശി പാടില്ല, വൈരാഗ്യം പാടില്ല, ഒരാളെ വിധിക്കാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ലോകത്തോടുള്ള കമ്പം പാടില്ല. കഴിവതും 2 കൈ കൊണ്ടും അതിനെ തടഞ്ഞേ പറ്റുള്ളൂ. ഞാൻ ഒരു കർശനക്കാരനാണ്, എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കർശന ഞാൻ എന്നോട് തന്നെയാണ് കാണിക്കുന്നത്. എൻ്റെ ശരീരം പലതിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് എൻ്റെ ഈ കർശന സ്വഭാവമാണ്. ഇല്ല, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിതം വേർതിരിച്ച മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വ്യാപരിച്ചതാണ്. ദൈവത്തിൻ്റെ കരവിൻ്റെ തലമേൽ വന്നതാണ് ഒരിക്കൽ. ഇല്ല, ഇത് അശുദ്ധമാകാൻ പാടില്ല. ദൈവത്തിന് ഇതിനകത്തൂടെ കടന്നതാണെങ്കിൽ ആ വാതിൽ അടച്ചിട്ടിരിക്കുക തന്നെ ചെയ്യണം. യെഹെസ്കേൽ 15 പറയുന്ന ഒരു വാക്യമാണ്. അതിൽ കൂടെ ആരും കടക്കാൻ പാടില്ല. ഇത് യഹോവയ്ക്കായി വേർതിരിച്ചതാണെങ്കിൽ അവിടെ വേറെ ആർക്കും അവിടെ യാതൊരു കാര്യമല്ല. അത് മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, ലോകത്തിൻ്റെ ധനമായിക്കോട്ടെ, ഒന്നും പാടില്ല. ഇന്ന് അനേകർ തെറ്റുന്ന ഇങ്ങനെയുള്ള ഡൈലൂഷൻ കൊണ്ടാണ്. പ്രകടമായ പാപത്തിലേക്കൊന്നും അവർ പോകില്ല, പക്ഷെ ലോകസ്നേഹം അവരിൽ തമ്പടിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി കാണാനും കേൾക്കാനും ആസ്വദിക്കാൻ വേണ്ടി ദൈവജനം ഇറങ്ങിത്തിരിക്കുന്നു. എന്തു സുഖം! ഒരാൾ എന്നോട് ചോദിച്ചു, നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ട എന്നാ പറയാൻ? അല്ല, കണ്ട എന്താ പറയാം? ഞാൻ ടി വി കൂടെ കണ്ടിട്ടുണ്ട്. ആൽസ് പർവ്വതനിരകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. ഞാൻ അടുത്ത് പോയി കണ്ട എന്താ പറയാൻ? ലോകത്തിൻ്റെ ആ കൈകളിങ്ങനെ മാടി വിളിക്കുമ്പോൾ ഇതിൽ എന്തുണ്ട്? എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഇതിന് എന്ത് വിലയുണ്ട്? അവൻ്റെ കാൽപാദങ്ങൾ ഇരിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും സന്തോഷത്തിൻ്റെ മുമ്പിൽ ഇതിന് എന്ത് വിലയുണ്ട്? എന്ത് ഈ വെള്ളത്തിൻ്റെ കുടിക്കുന്ന, ഈ ലോകത്തിന് വെള്ളം കുടിക്കുന്നൊക്കെ പിന്നെയും ദാഹിക്കും. ദാഹം തീർന്നോ? ഇത്രയും നാൾ ജീവിച്ചിട്ട് കൊതി തീർന്നോ? ഭക്ഷണത്തോടുള്ള കൊതി തീർന്നോ? ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കൊതി തീർന്നോ? ജഡയമ്പങ്ങളുടെ കൊതി തീർന്നോ? ഏത് കാര്യമാണ് തീർന്നു പറയുന്നു? പക്ഷെ ദൈവത്തെ കണ്ടെത്താൻ മതി, ഇത്രയേ ഉള്ളൂ, എനിക്കെൻ്റെ യേശു മതി പറയാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മീയ പാഠം എന്താ പഠിക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. ദേവാലയം നമ്മുടെ ശരീരമാണ്. ദൈവത്തിന് വസിക്കാനുള്ള ശരീരമാണ്. ദൈവം, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ പുത്രനമ്പുരാനും പിതാവായ ദൈവവും മാലാഖമാരും വിശുദ്ധന്മാരും സ്വർഗ്ഗ മാലാഖമാരും എല്ലാം കൂടെ അവിടെ ഇരിക്കാനല്ല കൊതിക്കുന്നത്. അവൻ താഴേക്ക് ഇറങ്ങി വരാൻ കൊതിക്കുന്നു. എൻ്റെ ഹൃദയത്തെ തമ്പടിക്കാൻ കൊതിക്കുന്നു. എൻ്റെ ഹൃദയം വിശുദ്ധമാക്കാൻ കൊതിക്കുന്നു. എന്നിൽ വസിക്കാൻ കൊതിക്കുന്നു. ഇതാ മനുഷ്യനോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരോടുകൂടി വസിക്കും. അവൻ അവരുടെ ദൈവമായും അവരവൻ്റെ ജനമായും കഴിയും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു മാറ്റും. മനുഷ്യൻ്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ കൊതിക്കുന്ന ഒരു ദൈവം. മനുഷ്യൻ ആശ്വാസം കൊടുക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം. മനുഷ്യൻ വലയുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവന് ആശ്വാസം കൊടുക്കുന്ന ഒരു നല്ല ദൈവം. അവൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കൊതിക്കുന്ന ഒരു നല്ല ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നലെയും ഒരു സംഭവം വന്നു. വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ എന്താണെന്ന് പറയുന്നില്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്താകുഴപ്പമുള്ളതുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു പരിഹാരം. 24 മണിക്കൂർ കഴിഞ്ഞില്ല, പെട്ടെന്നത് മാറി. കാർമേഹം മാറുന്ന പോലെ മാറി. ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ പിന്നെ ഉറച്ചു, എന്നെ മാനിക്കുന്ന ഒരു ദൈവം, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം. എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല, എനിക്ക് ചാരാൻ ആരുമില്ല, എൻ്റെ സങ്കടം പറയാൻ എനിക്ക് ആരുമില്ല.
അവൻ മാറിയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയില്ല. മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ ഞാൻ ഒരിക്കലും ആശ്രയിക്കുകയില്ല. മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. കണ്ണുകൊണ്ട് കാണാത്ത ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു നല്ല ദൈവമുണ്ട്. അല്ല, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ചങ്കിനകത്ത് സ്ഥിരമായി വസിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവമല്ല, ഇതിനകത്ത് സ്ഥിരമായിട്ടിരുന്നു കൊണ്ട് എൻ്റെ സകല കാര്യങ്ങളും നടത്തി തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഞാൻ അവിഹിതമായതൊന്നും അവനോട് ചോദിക്കത്തില്ല. ഞാൻ അത്യാവശ്യ കാര്യങ്ങൾ പോലും ഞാൻ അവനോട് ചോദിക്കത്തില്ല. ഒരേ ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൽ ശത്രുവിന് അവകാശം പറയുന്ന ഒന്നും വരാൻ പാടില്ല. എൻ്റെ മരണക്കിടക്കയിൽ ശത്രു അവകാശം പറയുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. കർത്താവേ, നീ എനിക്ക് സാധിപ്പിച്ചു തന്നേ പറ്റുള്ളൂ. ഞാൻ ലോകകാര്യം ഒന്നും ചോദിക്കുന്നില്ലല്ലോ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരികയില്ലെങ്കിൽ വേണ്ട. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. എനിക്ക് എൻ്റെ ഹൃദയം കഴുകി വെടിപ്പാക്കി കിട്ടണം. വേറെ ഒന്നിനും വേണ്ടിയല്ല. എനിക്കൊന്ന് അനുഭവിക്കണം നീ എത്ര നല്ലവനാണെന്നുള്ളത്. എനിക്ക് അനുഭവിക്കുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവരൊന്ന് അറിയണം. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. എൻ്റെ വേണ്ടപ്പെട്ടവർ വെളിച്ചത്തിൽ കടന്നു പോകണം. അതിന് നിന്നെ പ്രസാദിപ്പിച്ച് നിന്നാലേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കർത്താവെ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കാലാകാലങ്ങൾ ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ട്. നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 3:14 എവിടെ എഴുതിയിരിക്കുന്നാൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നീതിനിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ലോകത്തിന് എന്തെല്ലാം പ്രശ്നം വന്നാലോ പ്രതിസന്ധി വന്നാലോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അല്പം പോലും പിന്മാറ്റം വരല്ലേ. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ കർത്താവായി വിശുദ്ധീകരിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവായി സ്വീകരിക്കാനല്ല പറയുന്നത്, കർത്താവായി വിശുദ്ധീകരിച്ച് നിർത്തിയാലേ അവനവിടെ ഇരിക്കുകയുള്ളൂ. അവനിഷ്ടമില്ലാത്ത ഒന്നും ജീവിതത്തിൽ ഉണ്ടെന്നറിഞ്ഞാൽ അപ്പോഴേ എറിഞ്ഞു കളഞ്ഞുകൊള്ളുക. സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, പക്ഷെ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന വേറൊരു കാര്യമാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ യാത്ര പറഞ്ഞുകൊള്ളുക. അത്രമാത്രം ദൈവസ്നേഹം ഉണ്ടോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് കളിയല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. ഇന്നോ നാളെയോ തീർന്നു പോകുന്ന ഈ ജീവിതം. ഞാൻ എപ്പോഴും ചിന്തിക്കും, കാറിലേക്ക് കയറാൻ നേരം ഞാൻ ചിന്തിക്കും, കർത്താവേ, ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ? അതിനു മുമ്പ് ഞാനങ്ങ് പോവുമോ? അറിയാൻ പാടില്ല. എന്തൊക്കെ സംഭവിക്കാം ഈ ലോകത്തിൽ? ഒന്ന് കുഴഞ്ഞു വീഴാൻ എത്ര നേരം വേണം? ഞാൻ അങ്ങനെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ പറയാനുണ്ട്, എനിക്ക് ആയുസ് നീട്ടി തരണമെന്ന്. കാര്യം, എനിക്ക് ഈ ദൈവത്തെ ഒന്ന് അനുഭവിക്കണം. ഈ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം. പോരാ, എല്ലാം അവന് കൊടുക്കണം. അതിൻ്റെ സാക്ഷിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. പ്രസംഗം ജില്ലയിലും ഒരു കുഴപ്പമില്ല. ഞാൻ പ്രസംഗിച്ചെന്നുള്ളത് എന്ത് നേടാനാ? ആർക്കെന്ത് കിട്ടാനാ? ഒന്നുമില്ല. അതിലൊന്നും വലിയ കാര്യം ഞാൻ കാണുന്നില്ല. പക്ഷെ എനിക്ക് നിൽക്കണം. എൻ്റെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, എൻ്റെ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട്, ഈ ദൈവം നല്ലവനാണെന്ന് ഉള്ളവിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതാണ് നന്ദിയുടെ സ്തുതി എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അനേക ആഗ്രഹങ്ങളും കൊതികളും എൻ്റെ ജീവിതത്തിലുണ്ട്. ദൈവം അതൊക്കെ സാധിപ്പിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധന് ചേർന്ന ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുന്നതിനകത്ത് ഒരു അങ്കലാപ്പുമില്ലാത്ത ജീവിതം, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാത്ത ജീവിതം, എപ്പോഴും സന്തോഷിക്കുന്ന ജീവിതം, എപ്പോഴും ആനന്ദിക്കുന്ന ജീവിതം, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം. അതൊരു വലിയ സംഭവമാണ് പ്രിയരെ. ഇടപെടാതെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തോട് ഹൃദയം പകരുന്ന, നന്ദിയുടെ സ്തുതി കൽപ്പിക്കുന്ന ഒരു നല്ല ജീവിതം. സ്തോത്രം. ഇനി എത്ര കാലമുണ്ട്? ചുരുങ്ങിയ കാലം, ദിവസങ്ങളോ മാസങ്ങളോ ഒന്നും അറിയാൻ പാടില്ല. എങ്കിലും കർത്താവ് ആഗ്രഹിച്ച നിവൃത്തിയാണെന്ന് വലിയൊരു കൊതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അതിപരിശുദ്ധനായ യേശുവിനെ ഹൃദയത്തെ സ്വീകരിക്കാൻ വലിയ ഒരുക്കം അത്യാവശ്യമാണ്. ലോകത്തിൻ്റെ ജോലി തിരക്ക് തെറ്റല്ല. പക്ഷേ ജോലി തിരക്കിനിടയ്ക്ക് ദൈവത്തെ മറന്നു പോവുമോ? നമ്മൾ അനേകർ തെറ്റുന്ന പാളിച്ച അവിടെയാണ്. അവർ നല്ല കാര്യമായിട്ട് രാവിലെ പ്രാർത്ഥിക്കും, വൈകുന്നേരവും പ്രാർത്ഥിക്കും. ഒരു കച്ചനോട് പറഞ്ഞു, എൻ്റെ ഡോക്ടർ പറഞ്ഞൊക്കെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ രാവിലെ ഞാൻ നല്ല പ്രാർത്ഥനയും തീരുമാനമൊക്കെ എടുത്താൽ പോകണം, വൈകുന്നേരം വരുമ്പോഴും ഓർക്കും. പക്ഷേ ഇടക്കാലം വലിയൊരു ബ്ലാങ്ക്. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കാൻ എത്ര നേരം എടുക്കും? അരമണിക്കൂർ അല്ലേ? 24 മണിക്കൂറിൽ അരമണിക്കൂർ. ബാക്കി സിംഹഭാഗവും ആരുടെ കൂടെ ജീവിക്കണേ?
യേശു അല്ലല്ലോ. യേശു അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? ലോകത്തിൻ്റെ ഉടമസ്ഥൻ. എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും? എങ്ങനെ ദൈവസാന്നിധ്യം കിട്ടും? ഉറങ്ങുന്ന സമയം വിട്ടേരെ, ബാക്കി സമയം എന്തുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ദൈവത്തോടു കൂടി ജീവിക്കാവൂടാ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവത്തെ കൊണ്ട് എന്തുകൊണ്ട് പണിയിപ്പിക്കാൻ പറ്റുന്നില്ല? ഞാൻ ചെയ്യുന്ന ജോലി ദൈവത്തിന് ചെയ്യാൻ വലിയ കൊതിയാണ്. ഞാൻ അനുഭവിക്കുന്ന സത്യവുമാണ്. വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഞാൻ ചെയ്യേണ്ട ജോലി കർത്താവിനെ ഏൽപ്പിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ അവനത് ചെയ്തോളൂ. സുന്ദരമായി ആര് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് അവൻ ചെയ്തോളൂ. പക്ഷെ അവന് കൊടുക്കാൻ അനുവാദം കൊടുക്കണ്ടേ? ചെയ്യാൻ അനുവാദം കൊടുക്കണ്ടേ? അതാണ് ക്രിസ്തുവിനെ അനുഭവിക്കുക എന്ന് പറയുന്നൊരു കാര്യം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുന്ന കാര്യം ദൈവത്തെ മറന്ന് ജോലി ചെയ്യാനല്ല, അത് ലോകം തന്നെയാണ്. ദൈവത്തോടു കൂടി ജീവിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, തിരക്ക് തെറ്റല്ല, പക്ഷെ തിരക്കിനിടയ്ക്ക് യേശു ക്രിസ്തുവിനെ സ്ഥാനമുണ്ടോ? നമുക്കറിയാം, കന്യമാതാവ് തിരക്കിൽപ്പെട്ടു. പെരുന്നാളിന് പോയതാണ്. തിരക്ക് എന്തു പറ്റി? യേശു നഷ്ടപ്പെട്ടു. പാപമൊന്നും ചെയ്തിട്ട് അവിടെ ഇല്ല. ലോകത്തിൻ്റെ തിരക്കിനിടയ്ക്ക് യേശു നഷ്ടപ്പെട്ടു. ആർക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ ലോകത്തിലെ തിരക്കിനിടയ്ക്ക് യേശു നഷ്ടപ്പെടും? തിരക്കുള്ള സ്ഥലത്ത് പോയാൽ നഷ്ടപ്പെടില്ലേ? തിരക്കില്ലാത്ത ജോലി സമയത്ത് അതും തിരക്കല്ലേ? നമ്മുടെ മനസ്സ് ജോലിക്കകത്ത് ഇൻവേഴ്സ്ഡ് അല്ലേ? നമ്മുടെ ജോലി ചെയ്യുകയല്ലേ? നമ്മുടെ ഹൃദയമനത്തൊക്കെ ചേരുകയല്ലേ? അവിടെ ക്രിസ്തുവിന് എന്ത് സ്ഥാനം? ക്രിസ്തു സജീവമാണോ അവിടെ? ദൈനംദിന ജോലി തിരക്കിനിടയ്ക്ക് ക്രിസ്തുവിന് വല്ല പ്രസക്തി ഉണ്ടോ? എന്താ ആത്മീയം? രാവിലെ വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നതാണോ ആത്മീയം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, ജഡസുഖങ്ങളുടെ താല്പര്യം, ആഡംബര ജീവിതം, ഭക്ഷണസുഖം. നമുക്കറിയാം, ഫിലിപ്പ ലേഖനം എഴുതുമ്പോൾ 3:18 അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളാണെന്നാണ് പറയുന്നത്. വലിയ പാവവും ചെയ്തിട്ടില്ല. ഭക്ഷണപ്രിയം, ആഡംബരപ്രിയം, ലോകത്തിൻ്റെ സുഖങ്ങൾ, ഇതൊക്കെ തലയ്ക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കളായിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. പിന്നെ സ്വയത്തിൻ്റെ അതിപ്രസരം. സ്വയം ഞാൻ ഏതാണ്ടാണെന്നൊരു ബോധം. കുറച്ച് കഴിയുമ്പോൾ, ആത്മീയത്തിൽ കഴിയുമ്പോൾ, എനിക്ക് ജോലി കിട്ടുമ്പോൾ, സാക്ഷ്യം പറയുമ്പോൾ, വേല ചെയ്യുമ്പോൾ ഞാൻ ഏതാണ്ടാണെന്നുള്ള കാര്യം, അങ്ങനെ ആ സ്വയം അങ്ങോട്ട് കയറിപ്പോവും. അടിച്ചമർത്തിയേ പറ്റുള്ളൂ. അവനെ വേരോടെ പിഴുതേ കളഞ്ഞേ പറ്റുള്ളൂ. അവിടെ ക്രിസ്തുവിന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നിൽക്കത്തില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം പിശാചിൻ്റെ വാണിഭശാലയാണ്. അതോ ക്രിസ്തുവിന് 24 മണിക്കൂറിനും പൂർണ്ണ നിയന്ത്രണമുണ്ടോ? ക്രിസ്തു വാഴുന്ന ഒരു ഹൃദയമാണ്. ക്രിസ്തു വസിക്കുന്ന ഒരു ഹൃദയമാണ്. ക്രിസ്തുവിനായി ഞാൻ എന്നെ തന്നെ ഒഴിഞ്ഞു കൊടുക്കാറുണ്ടോ? യേശുവിന് വേണ്ടി വെക്കേറ്റ് ചെയ്യാറുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.